തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ പോർമുഖം തുറക്കാൻ സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് സത്യഗ്രഹം നടത്തും. രക്തസാക്ഷി മണ്ഡപത്തിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സമരപരിപാടി. മന്ത്രിമാരും ജനപ്രതിനിധികളും ഇടതുമുന്നണി പ്രതിനിധികളും പങ്കെടുക്കും. ഗോപാൽ ശിലാസനൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഗോപാൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലേക്ക് ഇടതുപക്ഷം കടക്കുമ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമായി തന്നെ ഈ കേന്ദ്രത്തിനെതിരെയുള്ള സമരപരിപാടികളെ വിലയിരുത്തേണ്ടതുണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഇക്കഴിഞ്ഞ രണ്ട് സർക്കാർ കാലത്തും, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കുന്നു എന്നതായിരുന്നു. ആ ചർച്ച വീണ്ടും, അല്ലെങ്കിൽ ആ ആരോപണം വീണ്ടും ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സജീവമാക്കി കൊണ്ടുവരികയാണ് ഇടതുമുന്നണി. അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തെ അതിൻ്റെ അവകാശങ്ങളെ അടക്കം പാടെ അവഗണിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നാരോപിച്ചുകൊണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തുന്നത്. ആ മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും ജനപ്രതിനിധികളും ഇടതുമുന്നണി ഘടകകക്ഷികളും അടക്കം ഒരു വൻ ജനാവലിയെ തന്നെയാണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത്. മുന്നണിയുമായി സഹകരിക്കുന്ന പാർട്ടികൾക്കൊപ്പം വർഗ ബഹുജന സംഘടനകളും ആ സത്യാഗ്രഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രകടനങ്ങളായും അതിനോടൊപ്പം തന്നെ മാർച്ചുകളായും ഈ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എത്തും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ ഇത്തരത്തിലൊരു സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, 2024 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വെച്ചൊരു പരിപാടി നടത്തിയിരുന്നു. മറ്റ് സംഘപരിവാർ വിരുദ്ധ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അതിനോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു അത് നടത്തിയത്. ആ പ്രതിഷേധ സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് കേരളത്തിൽ ഇത്തരത്തിലൊരു സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം നിഷേധിച്ചും ഗ്രാന്റ് തടഞ്ഞും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും വികസനം നിരാകരിച്ചുമുള്ള കേന്ദ്രദ്രോഹമാണ് ഈ കഴിഞ്ഞ 5 വർഷമായി കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ സത്യാഗ്രഹ സമരത്തിൽ പ്രധാനമായും കേരളം മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണം. ഇതിന്റെ തുടർച്ചയായി മറ്റ് സമരങ്ങൾ കൂടി ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയത്തിനെതിരെ ഉണ്ടാകുമെന്ന സൂചന കൂടി ഇത് പ്രഖ്യാപിച്ച സമയം ഇടതുമുന്നണി നൽകിയിരുന്നു. ഓക്കെ, ഗോപാൽ ശിലാസനലാണ് വിശദാംശങ്ങൾ നൽകിയത്. കേന്ദ്ര നയങ്ങൾക്കെതിരെ പോർമുഖം തുറക്കുകയാണ് LDF.